നമസ്കാരം. പ്രവാസി മലയാളി പ്രസിലേക്ക് എല്ലാ പ്രവാസികൾക്കും സ്വാഗതം. നിരവധി വാർത്തകൾ വന്നിട്ടുണ്ട് ഇന്നും. എന്തായാലും യുദ്ധഭീതിയൊക്കെ തന്നെ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ വിമാനത്താവളങ്ങളൊക്കെ തന്നെ വീണ്ടും തുറന്ന് പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. നേരത്തെ ഇന്ത്യയിൽ അടച്ച 32ഓളം വിമാനത്താവളങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ആ വാർത്തകളൊക്കെ തന്നെ ഉണ്ട്. നമുക്ക് അതിലേക്ക് തന്നെ പോവാം. അതിനു മുന്നേ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട സന്തോഷകരമായ ഒരു വാർത്തയുണ്ട്. നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിമാനത്താവളമായി മാറാൻ പോകുന്നത് ദുബായ് അൽ മക്തൂം ഇന്റർനാഷണൽ എയർപോർട്ടാണ്. ഇവിടുത്തെ പാസഞ്ചർ ടെർമിനലിന്റെ നിർമ്മാണത്തിനാണ് ഇപ്പോൾ തുടക്കമായിട്ടുള്ളത്. നിർമ്മാണം പൂർണ്ണമാകുന്നതോടെ പ്രതിവർഷം 260 ദശലക്ഷം യാത്രക്കാരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള വിമാനത്താവളമായി മാറും ഇത്. നിലവിലുള്ള ദുബായ് അന്തർദേശീയ വിമാനത്താവളത്തിലെ പ്രവർത്തനങ്ങൾ അൽ മക്തൂം ഇന്റർനാഷണലിലേക്ക് മാറ്റും. 128 ബില്യൺ ദിർഹം ചെലവിലാണ് മക്തൂം വിമാനത്താവളം നിർമ്മിക്കുന്നത്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അനുമതി നൽകിയതിനെ തുടർന്നാണ് കരാർ ജോലികൾ ആരംഭിച്ചതെന്ന് ദുബായ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി പ്രസിഡന്റും ദുബായ് എയർപോർട്ട്സ്, എമിറേറ്റ്സ് എയർലൈൻ ഗ്രൂപ്പ് എന്നിവയുടെ ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവുമായ ഷെയ്ഖ് അഹമ്മദ് ബിൻ സയ്യിദ് അൽ മക്തൂം അറിയിച്ചു. പദ്ധതിയുടെ കരാർ സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താനാവില്ല എന്നും എയർപോർട്ടിംഗ് എഞ്ചിനീയറിംഗ് വിഭാഗമാണ് അത് കൈകാര്യം ചെയ്യുന്നത് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ എന്തായാലും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിമാനത്താവളം, അതിന്റെ ടെർമിനലിന്റെ പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദുബായിലേക്ക് ഏറ്റവും വലിയൊരു മുതൽക്കൂട്ട് തന്നെയായിട്ട് ഇത് മാറുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. തീർച്ചയായും. മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. ഹുറൂബായവർക്ക് ആശ്വസിക്കാം. പൊതുമാപ്പ് പദവി ശരിയാക്കാൻ 6 മാസത്തെ ഇളവ് കാലം അനുവദിച്ചിരിക്കുകയാണ് സൗദി. തൊഴിലുടമയിൽ നിന്ന് ഒളിച്ചോടി എന്ന കേസിൽ, അതാണ് ഹുറൂബ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ, ഈ കേസിൽപ്പെട്ട ഹൗസ് ഡ്രൈവർ അടക്കമുള്ള ഗാർഹിക തൊഴിലാളികൾക്ക് പൊതുമാപ്പ്, അവരുടെ നിയമപരമായ പദവി ശരിയാക്കാൻ 6 മാസത്തെ ഇളവുകാലം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സൗദി മാനവ വിഭവശേഷി മന്ത്രാലയം. ഹുറൂബ് കേസുകളിൽ കുടുങ്ങിയ ഗാർഹിക തൊഴിലാളികൾക്ക് പുതിയ സ്പോൺസറുടെ കീഴിലേക്ക് മാറി രാജ്യത്ത് നിയമാനുസൃതം തൊഴിലെടുക്കാനുള്ള അവസരമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. മെയ് 11 മുതൽ 6 മാസത്തിനുള്ളിലാണ് പദവി ശരിയാക്കാനുള്ള അവസരം നൽകുന്നത്. മുസാനത്ത് പ്ലാറ്റ്ഫോം ഓട്ടോമേറ്റഡ് സിസ്റ്റം വഴി പുതിയ തൊഴിലുടമകളാണ് ഇതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടത്. പ്ലാറ്റ്ഫോമിൽ ലോഗിൻ ചെയ്ത നടപടിക്രമങ്ങൾ സ്വയമേവ പൂർത്തിയാക്കുന്നതിലൂടെ ഹുറൂബായ ഗാർഹിക തൊഴിലാളികളുടെ അവസ്ഥ ശരിയാക്കാൻ പുതിയ തൊഴിലുടമകൾക്ക് സാധിക്കും. രാജ്യത്തെ തൊഴിൽ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനും എല്ലാ കക്ഷികളുടെയും അവകാശങ്ങൾ ഉറപ്പു നൽകുന്നതിനും തൊഴിൽ വിപണിയെ നിയന്ത്രിക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇളവ് നൽകുന്നത് എന്ന് മന്ത്രാലയം വിശദീകരിച്ചിട്ടുണ്ട്. മുമ്പ് ഹുറൂബായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതും ഇപ്പോഴും രാജ്യത്തിനുള്ളിൽ നിയമവിരുദ്ധമായി താമസിക്കുന്നതുമായ ഗാർഹിക തൊഴിലാളികൾക്ക് ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം അവരുടെ സേവനങ്ങൾ മറ്റു തൊഴിലുടമകൾക്ക് കൈമാറുന്നതിലൂടെ അവസ്ഥ ശരിയാകാൻ പുതിയ പ്രഖ്യാപനം അനുവദിക്കുന്നു. എന്നാൽ ഈ പ്രഖ്യാപനത്തിന് ശേഷം പുതുതായി ഹുറൂബ് കേസുകളിൽ പെടുന്ന തൊഴിലാളികൾക്ക് ഇത് ബാധകമല്ല എന്നും മന്ത്രാലയം വളരെ വ്യക്തമായി തന്നെ പറയുന്നു. വളരെ മികച്ചൊരു വാർത്ത തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസവും അതുപോലെ തന്നെ പലതരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോഴും പലരെയും ഹുറൂബാക്കി കളയുമെന്ന് ഭയന്നാണ് നിൽക്കുന്നത്. മാത്രമല്ല മുമ്പ് നമ്മളൊരു വാർത്ത കണ്ടതാണ്, ഹുറൂബായി കഴിഞ്ഞ കുറെ നാളുകളായി ഗൾഫിൽ തന്നെ ജീവിതം കഴിച്ചുകൂട്ടി പിന്നീട് നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അമ്മ ജീവനോടെ ഉണ്ടോ എന്ന് അത്ഭുതത്തോടെ ചോദിക്കുന്ന പ്രവാസി നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ്. കാരണം പലതരത്തിലുമുള്ള ഈ വിസ കാലാവധി തീർന്നു, അല്ലെങ്കിൽ പാസ്പോർട്ട് നഷ്ടമായി, സ്പോൺസർമാർ പറ്റിച്ചു, അങ്ങനെയുള്ള പലതരത്തിലുള്ള കാരണങ്ങളാൽ ഹുറൂബായിട്ടുള്ള പ്രവാസികൾക്ക് ഇതൊരു മികച്ച അവസരം തന്നെയാണ്. ഈ അവസരം നിങ്ങൾ മുതലെടുക്കുക. ഇതിനുശേഷം ഇനി വരുന്നവർക്ക് എന്തായാലും ഈ ഒരു അവസരം ഉണ്ടാകില്ല എന്നും വളരെ വ്യക്തമായി തന്നെയാണ് പറയുന്നത്. അടുത്തത്, രക്തസമ്മർദ്ദം ഉയർന്ന് 15 ദിവസം ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ഒരു മലയാളി സൗദിയിലായിരുന്നു, അവിടെ വെച്ചും മരിച്ചു. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ നാട്ടിലെത്തിച്ചിട്ടുണ്ട്. രക്തസമ്മർദ്ദം ഉയർന്നും തലച്ചോറിൽ അണുബാധയുണ്ടായും റിയാദിലെ ആശുപത്രിയിൽ മരിച്ച മലയാളിയുടെ മൃതദേഹമാണ് ഇപ്പോൾ നാട്ടിലേക്ക് എത്തിച്ചത്. തിരുവനന്തപുരം ചിറയൻകീഴ് തോട്ടക്കാട് ചെമ്രുതി പനിയറ ഗീതാവിലാസത്തിൽ വേലുക്കുറുപ്പിന്റെ മകൻ സുരേഷ് എന്ന 59 വയസ്സായ ആൾക്കാണ് ഈ അപകടം ഉണ്ടായത്. ഏപ്രിൽ 18-നാണ് റിയാദ് ഷുമൈസിയിലെ കിങ് സയ്യിദ് ആശുപത്രിയിൽ ഇദ്ദേഹം മരിക്കുന്നത്. ഇതിന് 15 ദിവസം മുമ്പാണ് രക്തസമ്മർദ്ദം പരിധി വിട്ട് ഉയർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തീവ്രപരിചരണത്തിലായിരുന്നു. റിയാദ് ന്യൂ ഇൻഡസ്ട്രിയൽ സിറ്റിയിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ 15 വർഷമായി ജോലി ചെയ്യുകയായിരുന്നു. സൗദിയിൽ പ്രവാസിയായിട്ട് 23 വർഷമായി. ഭാര്യ പ്രസന്നകുമാരിയാണ്. മക്കൾ ആദിഷ് സുരേഷ്, ആനന്ദ് സുരേഷ്. റിയാദിൽ നിന്ന് സൗദി എയർലൈൻസ് വിമാനത്തിൽ ജിദ്ദ വഴി കൊച്ചിയിൽ ഞായറാഴ്ച രാവിലെ 10 മണിയോടെയാണ് മൃതദേഹം എത്തിച്ചത്. ബന്ധുക്കൾ കൊച്ചിയിലെത്തി മൃതദേഹം ഏറ്റുവാങ്ങി സ്വദേശത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്.
മരണാനന്തര നിയമ നടപടികൾ പൂർത്തീകരിക്കാനും മൃതദേഹം നാട്ടിലേക്ക് അയക്കാനുമുള്ള പ്രവർത്തനങ്ങൾക്ക് OICC സെൻട്രൽ കൗൺസിൽ അംഗം നാസർ കല്ലറ നേതൃത്വം നൽകിയിട്ടുണ്ട്. സുരേഷിന്റെ കമ്പനിയിലെ സഹപ്രവർത്തകരായ വിപിൻ, സജി, മണി എന്നിവരും സഹായിക്കാൻ ഒപ്പമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോഴും ഈ OICC സെൻട്രൽ കൗൺസില് ഒരുപാട് പേർക്ക് സഹായങ്ങളുമായിട്ട് എത്താറുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ പലപ്പോഴും നാസർ കല്ലറയെ കുറിച്ചെല്ലാം ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും. പിന്നെ അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ എല്ലാ വാർത്തകൾ വായിക്കുമ്പോഴും കേൾക്കാറുണ്ട്, പ്രവാസിയിലേക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ മലയാളികളെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് അതിന് സഹായം ചെയ്യാറുണ്ട്. നാസർ കല്ലറയുമായി നമ്മൾ പലകുറി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. ഇന്റർവ്യൂവിനായിട്ട് നമ്മൾ ഒരുപാട് പ്രാവശ്യം അദ്ദേഹത്തിനെ വിളിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഉടനെ തന്നെ അതിനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കട്ടെ. തീർച്ചയായിട്ടും. എന്തായാലും UAE-യിൽ അമിതമായി പൊള്ളലേറ്റ് ഇന്ത്യക്കാരനെ എയർലിഫ്റ്റ് ചെയ്തു എന്നൊരു വാർത്ത കൂടി വരികയാണ്. UAE-യിൽ പരിക്കേറ്റ ഇന്ത്യക്കാരനെ എയർലിഫ്റ്റ് ചെയ്തു. കടലിലെ ചരക്ക് കപ്പലിൽ നിന്നുമാണ് 50-കാരനായ ഇദ്ദേഹത്തെ അബുദാബിയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇയാൾക്ക് അമിതമായി പൊള്ളലേറ്റിരുന്നതായാണ് വിവരം. നാഷണൽ ഗാർഡിന്റെ നാഷണൽ സെർച്ച് ആൻഡ് റെസ്ക്യൂ സെന്ററാണ് അടിയന്തരമായി എയർലിഫ്റ്റ് നടത്തിയതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അബുദാബിയിലെ ഷേഖ് ബൌത്ത് മെഡിക്കൽ സിറ്റിയിലേക്കാണ് രോഗിയെ മാറ്റിയത് എന്നാണ് വിവരം പുറത്തുവരുന്നത്. അടുത്തത് ട്രംപുമായി ബന്ധപ്പെട്ടതാണ്. ട്രംപിന്റെ ഗൾഫ് സന്ദർശനത്തിന് നാളെ തുടക്കമാകുന്നു. ആദ്യം സൗദിയിലേക്കാണ് ചെല്ലുന്നത്. അതിനുശേഷം ഖത്തറും UAE-യും സന്ദർശിക്കുമെന്ന് പറയുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗൾഫ് സന്ദർശനത്തിന് നാളെ തുടക്കമാകുന്നു. സൗദി അറേബ്യ, ഖത്തർ, UAE എന്നിവിടങ്ങളിലാണ് ട്രംപ് സന്ദർശിക്കുന്നത്. അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷമുള്ള ട്രംപിന്റെ ആദ്യ വിദേശ പര്യടനമായിരിക്കും ഇത്. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള യാത്രയാണ്. മെയ് 16 വരെയാണ് സന്ദർശനമുള്ളത്. ആദ്യം സൗദി അറേബ്യയിലായിരിക്കും സന്ദർശനം നടത്തുന്നത് എന്ന് പറയുന്നു. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി കൂടിക്കാഴ്ച നടത്തും. ഇതുകൂടാതെ കൂടിക്കാഴ്ചയിൽ ഗാസ വെടിനിർത്തൽ നിർദ്ദേശവും പുനർനിർമ്മാണ പദ്ധതിയും ചർച്ചയാകും. കാരണം സൗദിയാണ് എപ്പോഴും ഇടനിലക്കാരായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകും. സൗദി കിരീടാവകാശിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസ്, സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽഷറ, ലബനാൻ പ്രസിഡന്റ് ജോസഫ് ഔൻ എന്നിവരും പങ്കെടുക്കുമെന്ന് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രയേൽ സന്ദർശനം ഒഴിവാക്കിക്കൊണ്ടാണ് ട്രംപ് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കാൻ ഒരുങ്ങുന്നത്. ഇത് അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം വഷളാകുന്നതിന്റെ സൂചനകളൊന്നും അല്ല എന്ന് US നയതന്ത്ര പ്രതിനിധി മൈക്ക് ഹുക്കാബി നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. കാരണം എന്തെങ്കിലും ഇങ്ങനൊന്ന് വന്നു കഴിഞ്ഞാൽ മാധ്യമങ്ങൾ ഉടനെ സംശയിക്കുന്നത് ഇസ്രയേലുമായുള്ള ബന്ധം ഇപ്പോൾ കുറഞ്ഞുവോ എന്നൊരു സംശയം വരാം. എങ്കിൽ അതൊന്നും അല്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. നിലവിൽ ഇസ്രയേലിനെ അംഗീകരിക്കാത്ത രാജ്യമാണ് സൗദി എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു സംശയം വരുന്നത്. ഗാസയിലെ വെടിനിർത്തൽ നടപ്പാക്കിയാൽ മാത്രമേ ബന്ധം സ്ഥാപിക്കൂ എന്ന് സൗദി നിലപാടെടുത്തിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് കൂടി ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ട്രംപ് എത്തുന്നത്. ഇസ്രയേലിനെ അറബ് രാഷ്ട്രങ്ങൾ അംഗീകരിച്ച അബ്രഹാം കരാർ ഇത് വിപുലീകരിക്കുകയാണ് ട്രംപിന്റെ സന്ദർശന ലക്ഷ്യമെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. സൗദിയിൽ നിന്നുള്ള ഉന്നത നയതന്ത്ര ഉദ്യോഗസ്ഥർ വാഷിംഗ്ടണിൽ വെച്ച് ട്രംപിന്റെ സന്ദർശനത്തിനു വേണ്ടി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. US വ്യാപാരത്തിനും നിക്ഷേപത്തിനുമായി $600 ബില്യൺ സമാഹരിക്കുമെന്ന് സൗദി കിരീടാവകാശി മുഹമ്മദ് സൽമാൻ പറഞ്ഞിട്ടുണ്ട്. സാമ്പത്തിക സഹകരണം, നിക്ഷേപം തുടങ്ങിയ പ്രധാന മേഖലകളിൽ ട്രംപ് ഭരണകൂടവും സൗദിയും തമ്മിൽ ചർച്ച നടത്തുമെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഈ മേഖലകളിൽ കൂടുതൽ ശക്തിപ്പെടുത്താനും ഈ സന്ദർശനം കൊണ്ട് ലക്ഷ്യമിടുന്നുണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 2017 പ്രസിഡന്റ് ആയ ശേഷം ട്രംപ് നടത്തിയ ആദ്യ വിദേശ സന്ദർശനം സൗദിയിലേക്കായിരുന്നു. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള US ശ്രമങ്ങളിൽ സൗദി അറേബ്യ പ്രധാന പങ്കാണ് വഹിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ യുദ്ധവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോഴും ചർച്ചകൾക്ക് വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും. കുവൈറ്റിലെ പ്രവാസികൾക്ക് ഒരു ആശ്വാസ വാർത്ത വരുന്നുണ്ട്. ഇനി ഇടനിലക്കാരൻ വേണ്ട, സഹേൽ ആപ്പിൽ പുതിയ സേവനം എത്തിയിരിക്കുകയാണ്. കുവൈറ്റിലെ പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫോർമേഷൻ ഏകീകൃത സർക്കാർ ആപ്ലിക്കേഷനായ സഹേലിൽ പുതിയ സേവനം ആരംഭിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രവാസികൾക്ക് ഇനി മുതൽ അവരുടെ വിലാസത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ഈ സേവനത്തിലൂടെ കഴിയും. മെച്ചപ്പെട്ട പ്രവർത്തന കാര്യക്ഷമതയോടെ ഡിജിറ്റൽ സേവനങ്ങൾ വികസിപ്പിക്കുന്നതിനും നടപടിക്രമങ്ങൾ സുഗമമാക്കുന്നതിനുമുള്ള അതോറിറ്റിയുടെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായാണ് സഹേൽ ആപ്പിൽ ഈ സേവനം കൂട്ടിച്ചേർത്തിരിക്കുന്നത് എന്ന സന്തോഷകരമായ വാർത്ത വരുന്നുണ്ട്. മുൻപ് സിവിൽ ID മേൽവിലാസത്തിൽ മാറ്റങ്ങൾ വരുത്താൻ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്തതിനു ശേഷം ആവശ്യമായ രേഖകളുമായി നേരിട്ട് ഹാജരാകണമായിരുന്നു. എന്നാൽ ഇന്ന് അതിന്റെ ആവശ്യമൊന്നുമില്ല. വീട്ടിലിരുന്നു കൊണ്ട് വിരൽത്തുമ്പിൽ തന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് നടത്താൻ സാധിക്കും. കുവൈറ്റിലെ പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫോർമേഷൻ ഏകീകൃത സർക്കാർ ആപ്ലിക്കേഷനായ സഹേലിൽ പുതിയ സേവനം ആരംഭിച്ചതായാണ് പ്രഖ്യാപനം വന്നിരിക്കുന്നത്. പ്രവാസികൾക്ക് ഇനി മുതൽ അവരുടെ വിലാസത്തിൽ
മാറ്റങ്ങൾ വരുത്താൻ ഈ സേവനം തന്നെ നമുക്ക് മെച്ചപ്പെടുത്തിയ സേവനം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. മെച്ചപ്പെട്ട പ്രവർത്തന കാര്യക്ഷമതയോടെ ഡിജിറ്റൽ സേവനങ്ങൾ വികസിപ്പിക്കുന്നതിനും നടപടിക്രമങ്ങൾ സുഗമമാക്കുന്നതിനുമുള്ള അതോറിറ്റിയുടെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ സഹേൽ ആപ്പ് വികസിപ്പിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് മുമ്പുണ്ടായ പ്രയാസം ഒന്നും തന്നെ ഇനി ഉണ്ടാകില്ല എന്ന് വ്യക്തമാവുകയാണ്. ഏതു തരത്തിലുമുള്ള മാറ്റം നമുക്ക് വരുത്താൻ സാധിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ആപ്പ് ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ട് എന്ന് പറയുമ്പോഴും അത് എത്രത്തോളം എന്നു മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത് എന്നതിനെ കുറിച്ചുള്ള വാർത്തകളില്ല. എന്തായാലും ഏറെ കാലമായി കാത്തിരുന്ന ഈ സൗകര്യം അപ്പോയിന്റ്മെന്റുകൾ ലഭ്യമല്ലാതെയും വ്യക്തമല്ലാത്ത ആവശ്യകതകളും അനൌദ്യോഗിക ഇടനിലക്കാരെ ആശ്രയിക്കേണ്ടി വരുന്നത് മൂലം മാസങ്ങളായി നിലനിൽക്കുന്ന ദുരിതങ്ങൾക്ക് അവസാനം കുറിക്കും. വിലാസം മാറ്റുന്നതിനുള്ള വർദ്ധിച്ചു വരുന്ന ബുദ്ധിമുട്ടേറിയ പ്രക്രിയയെക്കുറിച്ച് താമസക്കാർ ആശങ്കകൾ പ്രകടിപ്പിച്ചിരുന്നു. അപ്പോയിന്റ്മെന്റുകൾ ലഭ്യമല്ലാത്ത അവസ്ഥ, ആവശ്യമുള്ള രേഖകളുടെ ആശയക്കുഴപ്പം ഉണ്ടാകുന്ന ലിസ്റ്റ്, പിഴ ഈടാക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള ഭീഷണി എന്നിവ കാരണം പലരും ലൈസൻസ് ഇല്ലാത്ത ഇടനിലക്കാരെ സമീപിക്കാൻ നിർബന്ധരാവുകയായിരുന്നു. ചിലപ്പോൾ അവരുടെ വിവരങ്ങൾ പുതുക്കാൻ 130 കുവൈറ്റി ദിനാർ വരെ നൽകേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. എന്നാൽ ആ സഹേൽ ആപ്പിൽ വിലാസം മാറ്റുന്നതിനുള്ള സേവനം വന്നതോടുകൂടി ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടിരിക്കുകയാണ്. അടുത്തത്, ഹജ്ജ് പെർമിറ്റ് ഇല്ലാതെ മക്കയിലെത്തിയ 36 പ്രവാസികൾ പിടിയിലായിട്ടുണ്ട്. 1 ലക്ഷം റിയാൽ പിഴ ചുമത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. താമസ വിസയുള്ള 35 പേരെയും അവരെ കൊണ്ടുവന്ന ബസ് ഡ്രൈവറെയുമാണ് ഹജ്ജ് സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തത്. നിയമാനുസൃത ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ 36 പേരെയും പ്രത്യേക കമ്മിറ്റിക്ക് കൈമാറിയതായാണ് ഹജ്ജ് സുരക്ഷാ സേന അറിയിക്കുന്നത്. ഹജ്ജ് പെർമിറ്റ് ഇല്ലാത്ത സന്ദർശന വിസക്കാർ അടക്കമുള്ളവരെ മക്കയിലേക്ക് കടത്തുന്നവർക്ക് നിയമലംഘകരിൽ ഒരാൾക്ക് 1 ലക്ഷം റിയാൽ വരെ തോതിൽ പിഴ ചുമത്തും. നിയമലംഘകരെ കടത്താൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ കണ്ടുകെട്ടുകയും ചെയ്യും. പെർമിറ്റ് ഇല്ലാതെ ഹജ്ജ് നിർവഹിക്കാൻ ശ്രമിക്കുന്നവർക്ക് 20,000 റിയാലും അങ്ങനെയുള്ളവർക്ക് യാത്രാ സൗകര്യം നൽകുന്നവർക്ക് 1 ലക്ഷം റിയാലുമാണ് പിഴ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരെ നിയമം തെറ്റിക്കുന്നതിന് ഉള്ള ആൾക്കാരെ സഹായിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ പിഴ കൊടുക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എല്ലാ പിഴകൾക്ക് അല്ലെങ്കിൽ എല്ലാ മോശമായി ഉള്ള അല്ലെങ്കിൽ തെറ്റുകൾക്കും കൃത്യമായി പിഴ നൽകിയിട്ടും എന്തുകൊണ്ടാണ് ഇവിടെ തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം എപ്പോഴും ഉയരുന്നുണ്ട്. മിക്കവാറും മലയാളികൾ ഉൾപ്പെടെയുള്ളവരാകാൻ സാധ്യത കൂടുതലാണ്. കൂടുതലാണ്. തീർച്ചയായിട്ടും. എന്തായാലും അടുത്ത ദിവസം മറ്റു ചില വാർത്തകളുമായി കാണാം. അതുവരേക്കും നമസ്കാരം.